വയറെന്ന് അറിഞ്ഞത് തൊട്ട് ഓരോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അതിന് ചുറ്റുമുള്ള ഫാമിലിയിലുള്ള ആർക്കാണെങ്കിലും ഉള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ആകാംക്ഷയാണ് എപ്പോഴാണ് നമ്മുടെ വയറ് കണ്ടു തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ ബേബി ബം കാണുക എന്നുള്ളതാണ്. അത് ഭയങ്കര ആ സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഒരു സമയമാണ് നമുക്കെല്ലാവർക്കും. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അതിൻ്റെ ഫീൽ അറിയാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഏത് മാസമാണ് നമ്മളെ വയറ് നമുക്ക് കണ്ടു തുടങ്ങുക. അതേപോലെ ചിലർക്ക് വയറ് കൂടുതൽ ഫീൽ ചെയ്യാം, ചില ആൾക്കാർക്ക് കുറവ് ഫീൽ ചെയ്യാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത്. നമ്മുടെ വയറ് നമുക്ക് കണ്ടു തുടങ്ങുക പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് ആണെങ്കിലും പഠനങ്ങളിലും പറയണത് എന്താണെന്ന് വെച്ചാൽ 12 മുതൽ ഒരു 16 ആഴ്ചയിലെ ഇടയിൽ ആ ഒരു സമയത്താണ് പൊതുവേ കണ്ടുവരിക എന്ന് പറയാം. പക്ഷേ ഒരുപാട് ചേഞ്ചസിൻ്റെ പേരിൽ അത് കഴിഞ്ഞിട്ടും വരാത്ത ആൾക്കാരുണ്ടാവും, വയറധികം കാണാത്ത ആൾക്കാരുണ്ടാവും, അല്ലെ അതിന് മുന്നേ വയറ് കാണുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ ക്വൈറ്റ് നേച്ചുറലാണ്. നമ്മുടെ ശരീരം ബോഡിയുടെയൊക്കെ ആ ഒരു ഘടനയൊക്കെ അനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ പൊതുവെ പറയുന്നത് 12 മുതൽ ഒരു 16 വീക്കിനിടയിൽ നമ്മുടെ ആ സെക്കൻഡ് ട്രൈമസ്റ്റർ ആ ഒരു സമയത്താണ് നമുക്ക് ബേബി ബം ഒരു ഇങ്ങനെ ചെറുങ്ങനെ കുടൽ വയറ് വന്നതായിട്ട് കാണാൻ പറ്റുന്നത്. പൊതുവേ ഇത് പറയുന്നത് നമ്മൾ ഈ ഫസ്റ്റ് പ്രഗ്നൻസിയിലാണെങ്കിൽ ഇത് കണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾക്ക് ഇത് വയറാണോ, വയറ് വന്നിട്ടുണ്ടോ, അപ്പം നമ്മളെപ്പോഴും ഒരു ഡൗട്ടോട് കൂടിയാണ് ആ ഒരു സമയത്ത് നോക്കുക. പക്ഷേ നമ്മുടെ സെക്കൻഡ് പ്രഗ്നൻസിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വയറ് ഓൾറെഡി നമ്മൾക്ക് ആ ഒരു പ്രസവം കഴിഞ്ഞതുകൊണ്ടുള്ള ഒരു ഫാറ്റ് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഒരുപോലെയല്ല, എന്നാലും പൊതുവെ എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വയറ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. പിന്നെ 2 പ്രഗ്നൻസി കഴിഞ്ഞവർക്ക് അറിയാം ആ ഒരു സ്ട്രക്ചറിലൊക്കെ ചേഞ്ച് കാണും കേട്ടോ. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ വന്ന പോലെയൊന്നും അല്ല. സെക്കൻഡ് പ്രഗ്നൻസി ആകുമ്പോൾ നമുക്ക് കുടൽ പെട്ടെന്ന് ചാടിയ പോലെയും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. അത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തവർക്കേ അറിയത്തുള്ളൂ. അതേപോലെ തന്നെ മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ, നമ്മളിപ്പോൾ മെലിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് വയറ് വരുന്നത് നമുക്ക് മനസ്സിലാവും, ചെറിയ രീതിയിൽ വരുന്നത്. പിന്നെ പൊതുവേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനുള്ളത്, ഇപ്പം ഞാനൊക്കെ നല്ല തടിച്ചിട്ടുള്ള ആളാണ്, അധികം മെലിഞ്ഞൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴാണ് ഫാറ്റ് ഞാൻ തടിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഈ സെക്കൻഡ് പ്രഗ്നൻസിൻ്റെ സമയമാകുമ്പോഴേക്കും എനിക്കൊക്കെ പെട്ടെന്ന് തന്നെ വയറിറങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറച്ചൊരു തടിയുള്ള ആൾക്കാർ, ഒരു മിനിമം തടിയുള്ള ആൾക്കാരാണെങ്കിൽ അവർ എപ്പോഴും നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. ഇപ്പോൾ നമുക്ക് കുടലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല സെറ്റ് ചെയ്ത് പാൻറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ നമ്മൾ കുടൽ ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മളത് എന്താ പറയുക, അത്രയും ടൈറ്റിലൊന്നും നമ്മുടെ വയറിനെ നമ്മൾ ടൈറ്റാക്കി വെക്കില്ല. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലൂസ് ചെയ്ത് ഡ്രസ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലായി തുടങ്ങും ആൾക്ക് കുറച്ച് കുടൽ ഇപ്പോഴേ ഉണ്ടല്ലോ, 3 മാസത്തിൽ ചിലപ്പോൾ അത് ഫീൽ ചെയ്യാം. പക്ഷെ പൊതുവെ പറഞ്ഞു വരുന്നത് മെലിഞ്ഞ ആൾക്കാർക്കാണ് നമ്മുടെ ഈ കുടൽ വരുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുക. പിന്നെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ നമുക്ക് പെട്ടെന്ന് വയററിയാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലത്തെ നമ്മൾ ട്വിൻസ് പ്രഗ്നൻസി ആണെങ്കിൽ, അതേപോലെ ത്രിബിൾസ് അങ്ങനെയുള്ള പ്രഗ്നൻസി ആണെങ്കിൽ നമുക്ക് വയറ് പെട്ടെന്ന് വരുന്നത് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. പൊതുവേ ഭയങ്കര ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാരുണ്ടാവില്ല, നല്ല തടിച്ചിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ കുടൽ കണ്ടുവരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. 3rd സെമസ്റ്ററൊക്കെ ആവേണ്ടി വരും. അവർ അത്യാവശ്യം ഫാറ്റ് ഉള്ളതല്ല. അപ്പോൾ പൊതുവേ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ആൾ പ്രഗ്നൻ്റ് ആണെന്ന് തിരിച്ചറിയാനും അവരുടെ കുടൽ പുറത്തേക്ക് കണ്ടുവരാനും പൊതുവെ ഒരു 3rd സെമസ്റ്ററൊക്കെ ആവും. അപ്പോൾ പൊതുവെ പറഞ്ഞു വരുന്നത് നമ്മൾ 12 വീക്ക് തൊട്ടിട്ട് 16 വീക്കിനുള്ളിലാണ് ഇത് കണ്ടുവരാം. അത് ബോഡി സ്ട്രക്ചർ അനുസരിച്ച് മെലിവ്, തടിവ്, അതിനനുസരിച്ച് ഇതൊക്കെ മാറി വരാം നമുക്ക് കാണാനും അതേപോലെ മനസ്സിലാക്കാനുള്ളത്. പക്ഷേ സെക്കൻഡ് സെമസ്റ്റർ എൻഡ് അല്ലെങ്കിൽ 3rd സെമസ്റ്റർ മസ്റ്റായിട്ടും കുഞ്ഞിൻ്റെ വളർച്ച പെട്ടെന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വളരുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഇതാണ് നമ്മുടെ വയറ് പൊതുവെ പറഞ്ഞ് കേൾക്കുന്ന കാര്യം. പിന്നെ പൊതുവെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ വയറിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നൊക്കെ ഉള്ളത് എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡി സ്ട്രക്ചർ അനുസരിക്കും. മെലിഞ്ഞിട്ടുള്ള ആളും തടിച്ചിട്ടുള്ള ആളും അവരുടെയൊക്കെ ആ ഒരു ബോഡി സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് നമ്മുടെ വയറിൻ്റെ ഷേപ്പൊക്കെ കൂർത്തിട്ടും ഉരുണ്ടിട്ടൊക്കെ ഉണ്ടാവുക. അല്ലാതെ അതൊരു കുഞ്ഞിൻ്റെ ജെൻഡറുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ.